ഹായ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് C++ൽ മറ്റൊരു പ്രോഗ്രാം എഴുതുന്നതിനെ കുറിച്ചാണ്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തുക ബാങ്കിൽ നിക്ഷേപിച്ചു, അതിന് ഇത്ര രൂപ പലിശ തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത്? ഈ മൂന്ന് കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊരു പക്ഷേ മാത്സിലെ പ്രോബ്ലമൊക്കെ ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാൻ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകാം. അപ്പൊ നമുക്കിവിടെ മൂന്ന് ഇൻപുട്ടുകൾ വേണം. ഏതൊക്കെയാണ്? നമ്മൾ എത്ര രൂപയാണ് അവിടെ അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നത്, അത് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പേര് വിളിക്കും. ഇനി എത്ര വർഷത്തേക്കാണ് നമ്മൾ ആ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, അതേപോലെ ആ നിക്ഷേപത്തിന് എത്ര രൂപയാണ് പലിശ തരാവുന്നവർ പറഞ്ഞിരിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇൻപുട്ടായിട്ട് വാങ്ങിക്കേണ്ടത്. അതിനുശേഷം ഈ മൂന്ന് എമൗണ്ടുകളും മൾട്ടിപ്ലൈ ചെയ്തിട്ട് 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. പ്രിൻസിപ്പൽ എമൗണ്ടും നമ്പർ ഓഫ് ഇയേഴ്സും ഇൻട്രസ്റ്റ് റേറ്റും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ വാല്യൂവിനെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. ഇതാണ് അതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല വളരെ ഈസിയാണ്. എമൗണ്ടും നമ്പർ ഓഫ് ഇയേഴ്സും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മൾട്ടിപ്ലൈ ചെയ്യുക, ആ എമൗണ്ടിനെ 100 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 4 വേരിയബിൾസ് ആണ് ആവശ്യം വരുന്നത്. ഒന്ന് നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, അതിനെ റെപ്രസെന്റ് ചെയ്യാൻ P_ എമൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് യൂസ് ചെയ്തത്. അടുത്ത നമ്പർ ഓഫ് ഇയേഴ്സ്, നമ്പർ ഓഫ് ഇയേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ N_ ഇയർ എന്ന് എഴുതിയിരിക്കുകയാണ്. അടുത്തത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് I_ റേറ്റ് എന്നാണ് വേരിയബിൾ നെയിമായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി ഇൻട്രസ്റ്റ് എത്ര കിട്ടുന്നു, ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ്, അത് int_ എമൗണ്ട് എന്നാണ് ഇവിടെ വേരിയബിളിന്റെ പേരായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 4 വേരിയബിൾസ് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നു. അത് 4 ഫ്ലോട്ടിംഗ് ഡേറ്റ ടൈപ്പിലാണ്. ഓക്കെ, നമുക്കിവിടെ 4 വേരിയബിൾസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് വേരിയബിൾ ഡിക്ലറേഷനിലേക്ക് നേരെ പോയത്. നമുക്കിനിയും ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ തുടങ്ങാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് #include IOStream എന്നാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് IOStream എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ #include എന്ന് പറയുന്നത് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണ്. IOStream എന്ന് പറയുന്ന ഹെഡർ ഫയൽ CIN, COUT തുടങ്ങിയ ഒബ്ജക്ട്സ് കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫയലാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് യൂസിങ് നെയിം സ്പേസ് std, അത് std എന്നുള്ള പേരിൽ ഒരു നെയിം സ്പേസ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ std എന്ന് പറയുന്ന നെയിം സ്പേസ് ആണ് നമുക്ക് CIN, COUT തുടങ്ങിയ ഒബ്ജക്ട്സിനെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം തരുന്നത്. ഇത് കഴിയുമ്പോൾ നമ്മളുടെ പ്രോഗ്രാമിൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെങ്കിലും C++ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണം എന്ന് പഠിച്ചതാണ്. ഇന്റ് എന്നുള്ള ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചാണ് മെയിൻ ഫംഗ്ഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഫംഗ്ഷന്റെ ഏരിയ സൂചിപ്പിക്കാൻ വേണ്ടി ഓപ്പണിംഗ് ബ്രേസസ് നമ്മൾ അവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അതിന്റെ ക്ലോസിംഗ് ബ്രേസസും കൊടുത്തിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 2 ബ്രാക്കറ്റിനുള്ളിലായിട്ടാണ് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ എഴുതി ചേർത്തിരിക്കുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നും അതൊരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നും നമുക്കറിയാം. ഇവിടെ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. മെയിൻ ഫംഗ്ഷനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. ഇവിടെ 4 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഫ്ലോട്ടിംഗ് ഡേറ്റ ടൈപ്പിലാണ് അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ഡേറ്റ ടൈപ്പിൽ 4 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ 4 ബൈറ്റ്സ് വീതമുള്ള 4 സെറ്റ് സ്പേസസ് ഇവിടെ റിസർവ് ചെയ്യുകയാണ് ഈ 4 വേരിയബിൾസിന് വേണ്ടി. അപ്പൊ വേരിയബിൾ ഡിക്ലറേഷൻ കഴിയുമ്പോൾ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂഷന്റെ പാർട്ടായിട്ട് ഡേറ്റ കിട്ടാൻ വേണ്ടി യൂസറോട് കാര്യങ്ങൾ എൻറ്റർ ചെയ്യാൻ പറയാം, ഡേറ്റ എൻറ്റർ ചെയ്യാൻ പറയാം. അതിനുവേണ്ടി മെസ്സേജസ് കൊടുത്തു തുടങ്ങുകയാണ്. അതാണ് അടുത്ത ലൈനിൽ ചെയ്തിരിക്കുന്നത്. യൂസർക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കും. അതൊരു ബൈനറി ഓപ്പറേറ്റർ ആണ്. ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഓരോ ഓപ്പറന്റ് വീതം ഉണ്ടാകും. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഓപ്പറന്റ് സാധാരണ നമ്മളുടെ സ്ക്രീനിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആയിരിക്കും.
സി ഔട്ട് എന്നുള്ള ഒബ്ജക്റ്റ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിനെ റെഫർ ചെയ്യുന്നു. ഇനി ഈ മോണിറ്ററിലേക്ക് വരേണ്ട കണ്ടന്റ് എന്താണോ അതാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് വലതുവശത്ത് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഡബിൾ കോട്സിനകത്ത് എന്റർ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻ റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റർ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻ റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്ട്രിങ് ആണ്. അതുകൊണ്ട് ആ സ്ട്രിങ് അതുപോലെ സി ഔട്ട് വെച്ച് റെഫർ ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് മീഡിയത്തിലേക്ക് പോകും, അതായത് സ്ക്രീനിലേക്ക് വരും. അപ്പം അത് കാണുന്ന യൂസർ ഒരു എമൗണ്ട് എൻട്രി ചെയ്യും. അപ്പൊ എൻട്രി ചെയ്യുന്ന എമൗണ്ട് റീഡ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണം. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അവിടെ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉണ്ടാകും. അതൊരു ബൈനറി ഓപ്പറേറ്റർ ആണ്. ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഓരോ ഓപ്പറന്റ് ഉണ്ടാകും. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഓപ്പറന്റ് എന്ന് പറയുന്നത് സീൻ എന്ന് പറയുന്ന ഓപ്പറന്റ് ആണ്. സീൻ എന്ന് പറയുന്ന ഓപ്പറന്റ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി കീബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കീബോർഡിൽ നിന്ന് വരുന്ന ഡാറ്റ അത് റിസീവ് ചെയ്തിട്ട് ഈ ഓപ്പറേറ്ററിന്റെ വലതുവശത്ത് കൊടുത്തിരിക്കുന്ന വേരിയബിൾ നെയിം പി അണ്ടർസ്കോർ എമൗണ്ട് അതിലേക്ക് സ്റ്റോർ ചെയ്യും. പി അണ്ടർസ്കോർ എമൗണ്ടിലേക്ക് സി ഇൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് മുഖേന റെഫർ ചെയ്തിരിക്കുന്ന കീബോർഡിൽ നിന്ന് വരുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യും. അപ്പം കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ എവിടെയോ 4 ബൈറ്റ്സ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 4 ബൈറ്റ്സിനോട് കോമൺ നെയിമാണ് പി അണ്ടർസ്കോർ എമൗണ്ട്. ആ ഏരിയയിലേക്ക് ഈ വാല്യൂ റൈറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് യൂസറോട് അടുത്ത വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറയാം. കാരണം നമുക്ക് 3 വാല്യൂ അവിടെ കിട്ടണം. രണ്ടാമത്തെ വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറയാം. രണ്ടാമത്തെ വാല്യൂ എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ്. നേരത്തെ എഴുതിയതുപോലെ സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ വലതുവശത്ത് എൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് ഡിപ്പോസിറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഈ സ്ട്രിങ് അതുപോലെ തന്നെ മോണിറ്ററിലേക്ക് വരും. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന വ്യക്തി വീണ്ടും ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യും. അങ്ങനെ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ സ്വീകരിക്കാൻ വേണ്ടി ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതും. അവിടെ സി ഇൻ എന്ന് ഒബ്ജക്റ്റ് എഴുതി, അതിനുശേഷം ഇൻപുട്ട് ഓപ്പറേറ്റർ, അത് കഴിഞ്ഞിട്ട് ആ വരുന്ന വാല്യൂ സീൻ എന്ന് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് റെഫർ ചെയ്യുന്ന കീബോർഡിൽ നിന്ന് വരുന്ന വാല്യൂ റിസീവ് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഏതാണ്? എൻ അണ്ടർസ്കോർ ഇയർ. രണ്ടാമത്തെ വേരിയബിളിലേക്ക് ആ വാല്യൂ സ്റ്റോർ ചെയ്തു. നമുക്ക് മൂന്നാമതൊരു വാല്യൂ കൂടെ കിട്ടാനുണ്ട്. ഏതാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എൻ്റർ ചെയ്യണമെന്ന് യൂസറോട് പറഞ്ഞു കൊടുക്കണം. യൂസറോട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എൻ്റർ ചെയ്യൂ എന്ന് പറയാൻ വേണ്ടി വീണ്ടും ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ്. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിന് ലെഫ്റ്റ് സൈഡിൽ സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം എവിടെയാണ് ഔട്ട്പുട്ട് വരേണ്ടതെന്ന് സൂചിപ്പിക്കണം. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞതാണ്. അതിന്റെ വലതുവശത്ത് എൻ്റർ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പെർസെന്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഡബിൾ കോട്ട്സിലാണ്, അതൊരു സ്ട്രിങ് ആണ്. അത് അതുപോലെ നമ്മുടെ മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ആകും. കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന വാല്യൂ റിസീവ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ്. സി ഇൻ ഇൻപുട്ട് ഓപ്പറേറ്റർ ഐ അണ്ടർസ്കോർ റേറ്റ്. സി ഇൻ ഇൻപുട്ട് ഓപ്പറേറ്റർ ഐ അണ്ടർസ്കോർ റേറ്റ്. അടുത്ത വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ അത് ഐ അണ്ടർസ്കോർ റേറ്റിലേക്ക് സ്റ്റോർ ആകും. അപ്പൊ നമുക്ക് 3 വാല്യൂ കിട്ടി. പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടി, നമ്പർ ഓഫ് ഇയേഴ്സ് കിട്ടി, ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടി. ഇനിയും ആ കാൽക്കുലേഷൻ നടത്താം. കാൽക്കുലേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ്. പി അണ്ടർസ്കോർ എമൗണ്ട് ഇൻറ്റു എൻ അണ്ടർസ്കോർ ഇയർ ഇൻറ്റു ഐ അണ്ടർസ്കോർ റേറ്റ് ഡിവൈഡഡ് ബൈ 100. ഈ വാല്യൂ എങ്ങോട്ടാണ് അസൈൻ ചെയ്യുന്നത്? ഇൻഡ് അണ്ടർസ്കോർ എമൗണ്ട്. ഇൻഡ് അണ്ടർസ്കോർ എമൗണ്ട്, ഇൻട്രസ്റ്റ് എമൗണ്ട് എന്നതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്ത 3 വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുകയും അങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റിനെ 100 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്ത് പുതിയ വാല്യൂവിനെ ഇൻഡ് അണ്ടർസ്കോർ എമൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അതോടുകൂടി നമ്മളുടെ ആ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞു. കാൽക്കുലേഷൻ തീർന്നു. ഇനിയും ഈ വാല്യൂസ് എല്ലാം സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യണം. ഈ വാല്യൂസ് എല്ലാം സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യണം. അങ്ങനെ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി അടുത്ത ഔട്ട്പുട്ട് ഓപ്പറേറ്റർ നമ്മൾ എഴുതുകയാണ്. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നു. സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, അതിനുശേഷം സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദ പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പൊ ഇതൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് ശ്രദ്ധിച്ചാൽ ഇത് കാസ്കേഡ് ചെയ്ത് നിൽക്കുകയാണ്. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കാസ്കേഡ് ചെയ്തിരിക്കുകയാണ്. 1, 2, 3, 4, 5, 6 ലൈൻസിലായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്.
നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഒന്നിലധികം ലൈൻസിൽ എഴുതാം. ഒരു ലൈനിൽ തന്നെ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് എഴുതാം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് 6 ലൈനിലേക്ക് മാറ്റി മാറ്റി എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ സി ഔട്ട് എന്ന് എഴുതി, അതിനുശേഷം ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതി, അതിന്റെ വലതുവശത്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിലേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് അതുപോലെ വരും. അത് കഴിഞ്ഞ് വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുത്തു, അതിന്റെ വലതുവശത്ത് P_ എമൗണ്ട് എന്ന് കൊടുത്തു. എന്ന് പറഞ്ഞാൽ അതൊരു വേരിയബിൾ ആണ്, ഡബിൾ കോട്ട്സിലല്ല കൊടുത്തിരിക്കുന്നത്. ഡബിൾ കോട്ട്സിൽ കൊടുത്താൽ ആ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് അതുപോലെ അവിടെ വരും. ഇപ്പോൾ ഈ P_ എമൗണ്ട് എന്ന സ്ക്രീനിൽ അതുപോലെ വരുള്ളൂ, കാരണം അത് ഡബിൾ കോട്ട്സിൽ കൊടുത്തു. ഞാൻ ഈ ഡബിൾ കോട്ട്സ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ പിന്നീട് അതിനകത്തുള്ള വാല്യൂ ആണ് അവിടെ പ്രിന്റ് ആകുന്നത്. P_ എമൗണ്ട് എന്ന് പറയുന്ന ആ വേരിയബിളിലെ വാല്യൂ അവിടെ പ്രിന്റ് ആകും. വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതി, ഒരു സ്ട്രിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ₹/ ഫോർ ദ പീരീഡ് ഓഫ് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എമൗണ്ട് കഴിഞ്ഞിട്ട് റുപ്പീസും കൂടെ അവിടെ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി സ്ലാഷൻ കൊടുത്തിരിക്കുന്ന ഉദ്ദേശം, സ്ലാഷൻ എന്ന് പറയുന്നത് എസ്കേപ്പ് സീക്വൻസ് ആണ്. ഈ റുപ്പീസ് കഴിഞ്ഞ് വരുന്ന ബാക്കി കാര്യങ്ങൾ ഫോർ ദ പീരീഡ് ഓഫ് അത് നെക്സ്റ്റ് ലൈനിൽ വേണം സ്ക്രീനിൽ പ്രിന്റ് ആകാൻ വേണ്ടി. അതിനാണ് ഇവിടെ സ്ലാഷൻ കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, അതിന്റെ വലതുവശത്ത് N_year എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുത്തിരിക്കുന്നു. അതിന്റെ വലതുവശത്ത് years/@the_rate_of_interest ഡബിൾ കോട്ട്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതും സ്ക്രീനിലേക്ക് അതുപോലെ തന്നെ വരും. ഇവിടെ N_year എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്ത നമ്പർ ഓഫ് ഇയേഴ്സ് സ്ക്രീനിലേക്ക് പ്രിന്റ് ആകും. അതിന് തുടർച്ചയായിട്ട് ഇപ്പൊ 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്, 2, പിന്നെ അതിന് തുടർച്ചയായിട്ട് ഇയേഴ്സ് എന്ന് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇയേഴ്സ് കഴിഞ്ഞിട്ട് സ്ലാഷൻ ഉണ്ട്, അവിടെ സ്ലാഷൻ ഉണ്ട്. അത് നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ചെയ്യണമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ @the_rate_of_interest എന്നുള്ളത് നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ആകും. വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ I_rate ഇൻട്രസ്റ്റ് എത്രയാണോ അത് അവിടെ പ്രിന്റ് ആകും. അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഈസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഡബിൾ കോട്ട്സിൽ ഈസ് എന്ന് അതുപോലെ തന്നെ സ്ക്രീനിലേക്ക് വരും. അത് കഴിഞ്ഞ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ അതിന്റെ വലതുവശത്ത് int_ എമൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ കഴിഞ്ഞ് ഇവിടെ കിട്ടിയ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ, സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണോ, ആ സിമ്പിൾ ഇൻട്രസ്റ്റ് അതിവിടെ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ അതിന്റെ വലതുവശത്ത് റുപ്പീസ് എന്നുള്ളത് ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് വന്നതിന് ശേഷം റുപ്പീസ് ഒന്നും കൂടെ അവിടെ പ്രിന്റ് ആയി വരും. അത് കഴിഞ്ഞ് റിട്ടേൺ എന്നുള്ള കീവേഡ് കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ 0 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റിട്ടേൺ എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്നത് ഒരു ഫംഗ്ഷന്റെ എൻഡിങ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ ഇവിടെ അവസാനിച്ചു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് റിട്ടേൺ 0 അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഗ്രാമിന്റെ പേര് എഴുതി .cpp എന്ന് കൊടുക്കണം. കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ സൂചിപ്പിക്കാൻ വിട്ടുപോയി. ഇപ്പൊ ഇവിടെ interest.cpp എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. interest.cpp. പിന്നെ ഫയലിന്റെ പേര് കൊടുക്കുമ്പോൾ .cpp എന്ന് നിർബന്ധമായിട്ടും കൊടുക്കണം. എങ്കിൽ മാത്രമാണ് അതൊരു C++ പ്രോഗ്രാം ആയിട്ട് കമ്പൈലറിന് മനസ്സിലാവുകയുള്ളൂ. ഈ ഒരു എഡിറ്ററിൽ തന്നെ പല ലാംഗ്വേജസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം എഴുതാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന പ്രോഗ്രാം ഏത് ലാംഗ്വേജ് ആണെന്ന് കമ്പൈലറിന് മനസ്സിലാക്കാൻ വേണ്ടി .cpp എന്ന് കൊടുത്തിരിക്കണം. അതോടൊപ്പം C++ കേസ് സെൻസിറ്റീവ് ആണ്. CPP എന്നുള്ളത് അപ്പർ കേസിൽ ഒരിക്കലും ടൈപ്പ് ചെയ്യരുത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ലോവർ കേസിൽ ടൈപ്പ് ചെയ്യാവൂ. ആദ്യ തവണ സേവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫയലിന്റെ പേര് കൊടുക്കേണ്ടതുള്ളൂ. പിന്നീട് നമുക്ക് സേവ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതിയാകും. സേവിങ് കഴിഞ്ഞിട്ട് കമ്പൈൽ ചെയ്യാൻ വേണ്ടി ബിൽഡ് ബട്ടണിലേക്ക് വരിക. അതിന് താഴെ കമ്പൈൽ എന്നുള്ള സബ് മെനു ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുക. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുൾ എന്ന് മെസ്സേജ് വന്നു. അതിനുശേഷം ബിൽഡ് മെനുവിലെ ബിൽഡ് എന്നുള്ള സബ് മെനു പ്രസ് ചെയ്യുക. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ബിൽഡ് എന്നുള്ള മെനുവിൽ നിന്ന് എക്സിക്യൂട്ട് എന്നുള്ള സബ് മെനു പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ F5 എന്നുള്ള ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യാം. ആദ്യം പ്രിൻസിപ്പൽ എമൗണ്ട് എൻട്രി ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നു. ഞാൻ അവിടെ 20,000 എന്ന് ഇൻപുട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് എത്ര വർഷത്തേക്കാണ് നിങ്ങൾ ഈ 20,000 റുപ്പീസ് എൻട്രി ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നു. ഇത് 2 years എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര രൂപയാണ് പലിശയായിട്ട് പറഞ്ഞിരിക്കുന്നത്
6%, അതിന് 6 എന്നവിടെ കൊടുത്തു, എൻ്റർ കീ പ്രസ് ചെയ്യണം. 3 കാര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചത്. 3 വാല്യൂസും കൊടുത്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് അവിടെ കിട്ടും. ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് നേരത്തെ പ്രോഗ്രാമിൽ എഴുതി കൊടുത്തിരുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ്. ഇവിടെ നോക്കുക, സി ഔട്ട് എഴുതിയതിനു ശേഷം സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് ആദ്യം എഴുതിയിരുന്നു. അങ്ങനെ തന്നെ അവിടെ വന്നു, സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദ പ്രിൻസിപ്പൽ എമൗണ്ട്. അതിനുശേഷം എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്, നോക്കിക്കേ 20,000. ആ എമൗണ്ട് വരാൻ വേണ്ടിയാണ് പിന്നീട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതി P_ എമൗണ്ട് എന്ന് കൊടുത്തത്. അപ്പോൾ P_ എമൗണ്ടിലെ വാല്യൂ അവിടെ പ്രിന്റ് ആയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുത്തിട്ട് റുപ്പീസ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, ഡബിൾ കോട്ട്സിലാണ്. ആ റുപ്പീസ് അവിടെ വന്നു. പക്ഷെ ഇവിടെ റുപ്പീസ് /n ഫോർ ദ പീരീഡ് ഓഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. റുപ്പീസ് /n ഫോർ ദ പീരീഡ് ഓഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? റുപ്പീസ് കഴിഞ്ഞിട്ട് /n വന്നിരിക്കുന്നത് കൊണ്ട് ഫോർ എ പീരീഡ് ഓഫ് എന്നുള്ളത് അടുത്ത ലൈനിലേക്ക് പോയി. കണ്ടില്ലേ, ഫോർ എ പീരീഡ് ഓഫ് എന്നുള്ളത് അടുത്ത ലൈനിലാണ് പ്രിന്റ് ആയിരിക്കുന്നത്. കാരണം /n എന്നുള്ള എസ്കേപ്പ് സീക്വൻസിന്റെ സാന്നിധ്യമാണ്. ഇനി അടുത്ത ലൈനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുത്ത് n_year എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n_yearനകത്തുള്ള വാല്യൂ ഇത് 2 ആണ്. ആ വാല്യൂ ഇവിടെ വന്നു, 2 എന്നുള്ളത് ഇവിടെ വന്നു. അതിനുശേഷം ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുത്തിട്ട് EAS/n at the rate of interest, EAS/n at the rate of interest എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ EAS കഴിഞ്ഞ് /n ഉള്ളത് കൊണ്ട് ബാക്കി കാര്യങ്ങൾ at the rate of interest എന്നുള്ളത് അടുത്ത ലൈനിലായിരിക്കും വരിക. at the rate of interest എന്നുള്ളത് അടുത്ത ലൈനിലായിരിക്കും വരിക. വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതി I_rate എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ I_rateനകത്ത് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്ത വാല്യൂ 6 ആണ്. ആ വാല്യൂ അവിടെ പ്രിന്റ് ആവും. ഇവിടെ നമ്മൾ 6 എന്നാണ് ഇൻപുട്ട് ചെയ്തിരുന്നത്, ആ വാല്യൂ അവിടെ പ്രിന്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതി ഈസ് എന്ന് ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുകയാണ്, ഈസ് എന്ന് ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നു. ഇപ്പൊ 6 കഴിഞ്ഞ് ഈസ് എന്ന് അതുപോലെ തന്നെ വന്നു. അത് കഴിഞ്ഞ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതി int_amount എന്ന് പറഞ്ഞേക്കാണ്, int_amount. അത് കാൽക്കുലേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. int_amount is equal to P_amount into n_year into I_rate divided by 100 എന്നുള്ളത്. ആ കാൽക്കുലേഷന്റെ പാർട്ടായിട്ട് കിട്ടിയ വാല്യൂ ഇവിടെയുണ്ട്. ആ വാല്യൂ ആണ് int_amountൽ നിന്ന് ഈ സ്ക്രീനിലേക്ക് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതി റുപ്പീസ് എന്നുള്ളത് ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ റുപ്പീസ് എന്നുള്ളത് അതുപോലെ തന്നെ സ്ക്രീനിലേക്ക് പ്രിന്റ് ആയി. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ഫോർമാറ്റിൽ ഔട്ട്പുട്ടൊക്കെ എങ്ങനെ എഴുതും എന്നതുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഓർക്കുക.